അപ്പോൾ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് വീട് നേരെ തിരിവ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ അതിനകത്ത് ഇനിയിപ്പോൾ ഈ ആഴ്ചകളിൽ നമുക്ക് കാണാൻ പറ്റും, ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. അനു എന്തായാലും അവിടെ ഒരു നെഗറ്റീവ് ആയി, അകത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി അനുവിന്. പക്ഷെ അനുവിൻ്റെ കൂടെ നിന്ന ശൈത്യയുടെ കാര്യമാണ് നമ്മളിനി അറിയേണ്ടത്. കാരണം ഇന്നലത്തെ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ശൈത്യയുടെ ഗ്രാഫിന് താഴേക്ക് പോകാനാണ് ചാൻസ്. അനുവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ശൈത്യ കഴിഞ്ഞ ആഴ്ച കുറച്ചൊന്ന് ഇതായിട്ട് വന്നത്. പക്ഷെ ഇനിയിപ്പോൾ ശൈത്യ അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും, മേ ബി നെഗറ്റീവ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്, കൂടെ നിന്ന് ചതിച്ചു എന്ന ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ ശൈത്യ ശാരിക കോൺവെർസേഷൻ, അപ്പാനി അക്ബർ കോൺവെർസേഷൻ, രേണു ശാരിക, അതുപോലെ തന്നെ പിന്നെ ഷാനവാസ്, നമ്മുടെ കലാഭവൻ സരികയായിട്ടുള്ള കോൺവെർസേഷൻ, കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അതെല്ലാം സംസാരിക്കാം. ടോക്കിംഗ് വിത്ത് ഗായത്രി, എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ഒരു ഗ്രാഫ് എല്ലാവരുടെ? നമുക്ക് പൊതുവെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അനീഷിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അനീഷ് ഒരു നല്ല പ്ലെയറിന്റെ ഒരു ടോപ്പ് 5-ൽ വരാൻ ചാൻസ് ഉള്ള പ്ലെയർ തന്നെയാണ്. ഷാനവാസും അതുപോലെ ടോപ്പ് 5-ൽ വരാൻ ചാൻസ് ഉള്ള പ്ലെയർ ആണ്. പിന്നെ അനു ഏകദേശം ഒരു 50% ടോപ്പ് 5-ൽ ചാൻസ് ഉള്ള ആളാണ്. പിന്നെ അക്ബർ ഒക്കെ നല്ല പ്ലെയേഴ്സ് ആണ്, പക്ഷെ നല്ല ഒരുപാട് ഗ്രൂപ്പിൽ പോയി ഇൻവോൾവ് ആവാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണെങ്കിൽ ഈ പറയുന്നത് അക്ബറും ഒക്കെ ടോപ്പ് 5-ലേക്ക് വരാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പോയതിനു ശേഷം വീട്ടിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാം തിരിമറി നടന്നിട്ടുണ്ട്. ആദ്യം തന്നെ ശൈത്യയോട് എല്ലാവരും വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും അനുവായിട്ട് സംസാരിച്ച ആ വീഡിയോ പുറത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു മൈൻഡിൽ. അതുപോലെ തന്നെ അനുവും പുറത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പുള്ളി വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റൂമിലേക്ക് പോയിട്ട് അനു ശൈത്യയോട് പറയുന്നുണ്ട്, നീ എല്ലാവരോടും സംസാരിച്ചോളൂ, നീ എല്ലാവരോടും കമ്പനി ആയിക്കോളൂ, പക്ഷെ എന്നോട് പറയരുത് ഇന്ന ആളുടെ അടുത്ത് പോയി സംസാരിക്കണം എന്ന് അനു പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യയ്ക്ക് അവിടെ മുതലേ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡബിൾ മൈൻഡ് വന്നിട്ടുണ്ട്. അത് മീൻസ് ഞാൻ നെഗറ്റീവ് ആകുമോ, ഞാൻ ഇനി അനുവിൻ്റെ കൂടെ നിന്നാൽ നെഗറ്റീവ് ആകുമോ എന്നുള്ളൊരു പേടി, ഉൾഭയം ശൈത്യയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് ശൈത്യയ്ക്ക് നെഗറ്റീവ് ആവാതിരുന്നു കഴിഞ്ഞാൽ ദൈവഭാഗ്യം, അത്രേ പറയാനുള്ളൂ. അതിനുശേഷം പിന്നെ ബാത്റൂം ഏരിയയിൽ വന്നിട്ട് ശാരിക ശൈത്യയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞാണെന്ന് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ്. അത് മാത്രമല്ല അപ്പാനി വന്ന് കൈ കൊടുത്തപ്പോൾ കൈ കൊടുക്കണം ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ശൈത്യ അനുവിനെ തഴയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, ഞാൻ അപ്പാനിയോടും അക്ബറിൻ്റെയൊക്കെ അവരുടെ കൂടെ പോയിരിക്കുന്ന വെച്ചാൽ ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല, ഞാൻ എല്ലാ ആൾക്കാരുടെ അടുത്തുമാണ് നിൽക്കുന്നത്, നീയും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെ അടുത്തും മിങ്കിൾ ചെയ്ത് നിൽക്കണം. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു, ഇപ്പം ഞാൻ ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവും ശൈത്യയുടെ മനസ്സ് മാറിയിട്ടുണ്ടെന്നുള്ളത് കാര്യം. ശരിക്കും ഒരു ചതി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ബിഗ് ബോസ് ഹൗസാണ്. ആൾക്കാർ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. കാരണം ഇവിടെ എല്ലാവരും ആരും ഇടിക്കാനും അല്ലെങ്കിൽ കൂട്ടുകൂടി ഇരിക്കാനൊന്നും അല്ലല്ലോ വന്നത്, എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് അറിയാനായിട്ട് ആകെ ഉള്ളൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ്സിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവമാണ്. പുറത്ത് ഇങ്ങനെ ആയിരിക്കോ, അതും ഫുള്ളായിട്ട് അവർക്കൊരു പിക്ചർ കിട്ടുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ ആ ഒരു ഈ ലാലേട്ടന്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പിടിച്ചിട്ട് അവർ ചിന്തിക്കുന്നതാണ് പുറത്തിങ്ങനെ ആയിരിക്കും, അവരുടെ അനുമാനമാണ്, അതൊരു കൺക്ലൂഷനാണ് അവരുടെ, പുറത്തിങ്ങനെ ആയിരിക്കും, പുറത്ത് അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ചിലർക്ക് അത് സക്സസ് ആവും, പക്ഷെ മറ്റു ചിലർക്ക് അത് സക്സസ് ആവില്ല. അതവർക്ക് കൂടുതൽ ഒരു നെഗറ്റീവിലേക്ക് പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ശൈത്യക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെയാണ്. ശൈത്യ അനുവിൻ്റെ കൂടെ തന്നെ നിന്നിരുന്നെങ്കിൽ ശൈത്യ കുറെ കൂടെ മുന്നോട്ട് പോയേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം ശൈത്യക്ക് കിട്ടുമായിരുന്നു കുറെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം പിന്നെയുള്ളത് നമ്മുടെ അപ്പാനിയും അക്ബറുമായിട്ട് സംസാരിക്കുന്നതാണ്. അത് ശരിക്കും ഒരു കോമഡി ആട്ടോ. അപ്പാനിയും അക്ബറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അനു ഭയങ്കര ഫേക്ക് ആണെന്ന് സംസാരിക്കുന്നുണ്ട്. അനു ഇങ്ങനെ നിന്ന് ഗെയിം കളിക്കുന്നത് വളരെ മോശമാണെന്ന് പറയുന്നുണ്ട്. അനുവിനെക്കാട്ടും എത്രയോ ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ആളാണ് നമ്മുടെ രേണു ചേച്ചി, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളാണ് രേണു ചേച്ചി എന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്ത സീൻ കാണിക്കുന്നത് രേണുവും നമ്മുടെ കേബിയും കൂടെ ഇരുന്നിട്ട് അപ്പാനിയെ മിൻസിയെ പറ്റി പറയുന്നതാണ് തൊട്ടടുത്ത സീൻ കാണിക്കുന്നത്. അതാണ് അതിലെ ഒരു കോമഡി എന്ന് പറയുന്നത്, തൊട്ടടുത്ത സീൻ കാണിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല അപ്പാനി അക്ബർ പറയുന്നുണ്ട് നമ്മൾ 2 ദിവസമായിട്ട് കുറച്ച് ഡൗൺ ആണെന്ന് പറയുന്നുണ്ട്.
അവർക്കറിയാം അവർ ഡൗൺ ആണെന്നുള്ളത്. അവർ ഡൗൺ ആവാതെ ഗെയിം കളിക്കണമെങ്കിൽ അവർ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ മാത്രമേ അവർക്ക് നല്ല നല്ല കണ്ടന്റുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടന്റ് ഉള്ളവർക്ക് മാത്രമേ ബിഗ് ബോസിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ശരിക്കും ഇവരിങ്ങനെ ഗിസൈലിൻ്റെ പുറകിലായിപ്പോയി ഇവർ. അതിൽ നിന്ന് മാറി ഇവർ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവർ ഇനി അങ്ങോട്ട് കൂടുതലും നെഗറ്റീവ് ആയിരിക്കും ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേണു, സരിക, അവർ സരികയല്ല, ശാരിക നമ്മുടെ ശാരിക ചേച്ചി, ശാരിക KB. അപ്പോൾ രേണുവും KBയും സംസാരിക്കുന്നുണ്ട്. അപ്പം KB 2 ദിവസം മിഡ് വീക്ക് സസ്പെൻഷനായിട്ട് പുറത്തായത് കാരണം കുറച്ച് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ KB രേണുവിനോട് ചോദിക്കുന്നുണ്ട്, ബിൻസിയും നമ്മുടെ ശരത്തും ഇത്രയും കൂട്ടായിരുന്നോ എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ രേണുവിന് എന്തൊക്കെയോ പറയണം എന്നുണ്ട് കേട്ടോ. രേണുവിന് അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ല. കാരണം ക്യാമറകൾ ഇത്രയും ഉള്ളത് കൊണ്ട് രേണുവിന് തുറന്നങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ രേണു പറയുന്നുണ്ട് അവർ കൂട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ അനുവും നൂറയും ഒക്കെ കൂടെ നമ്മുടെ വാഷ്റൂം ഏരിയയിൽ പോയി നിന്നിട്ട് സംസാരിക്കുന്നതാണ് ഇവർക്ക് കിച്ചൺ ടീമിൽ കയറണം. കാരണം കഴിഞ്ഞ ആഴ്ച ഏറെക്കുറേയും കണ്ടന്റുകൾ വന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മിക്ക കണ്ടന്റും ഉണ്ടായ ഒരു സ്പേസാണ് കിച്ചണിൽ നിന്നാണല്ലേ കൂടുതൽ കണ്ടന്റ്സ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് തോന്നുന്നത് കിച്ചൺ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു സ്പേസ് ആയിട്ട് കിച്ചൺ മാറി എന്നുള്ള ഒരു ചിന്ത ഇവർക്കുള്ളത് കൊണ്ടാണ് അനു പറയുന്നത്, ആര്യനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിച്ചൺ ടീമിൽ കയറണം, നമ്മളെല്ലാവരും കിച്ചൺ ടീമിൽ കയറണം, നമുക്ക് രാവിലെ എഴുന്നേൽക്കണം, നേരത്തെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കണം എന്നൊക്കെ അനു ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്ലാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് സക്സസ് ആയില്ല എന്ന് മാത്രമല്ല, അനുവിന് ഈ ആഴ്ചക്കുള്ള കംപ്ലീറ്റ് സാധനവും കരയാനുള്ള കാര്യവും ഇന്നലെ ആര്യനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പാനിയെയും അനുവിനെയും ഒരു ടീമിലാക്കി. അനുവിന് ഈ ആഴ്ച ഫുള്ള് കരയാനുള്ള കാര്യമുണ്ട് അതിൽ. അപ്പാനിയെയും അനുവിനെയും ഒരു ടീമിലാക്കി, അപ്പാനിയെ ക്യാപ്റ്റനും ആക്കി കൊടുത്തു. അനുവിന് സന്തോഷം. അപ്പം അനു കുറച്ച് എതിർത്തൊക്കെ നിൽക്കുന്നുണ്ട്, എനിക്ക് പറ്റില്ല എന്നൊക്കെ. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. അനു തന്നെ കിച്ചൺ ടീമിൽ, അനുവിനെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയിട്ടില്ല. അനു കിച്ചൺ ടീമിൽ തന്നെയാണ്, അപ്പാനിയാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഇതാണ് കിച്ചൺ ടീം. അപ്പോൾ ആര്യൻ അത് കഴിഞ്ഞിട്ട് കിച്ചൺ ടീമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ ടീംസിനെയും തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീംസിനെ തിരിക്കുന്നതിന് മുൻപ് ഈ ആര്യനും അപ്പാനിയും നമ്മുടെ ബിന്നിയുമായിട്ടൊക്കെ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്, സരികയുമായിട്ടൊക്കെ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. ആ കോൺവെർസേഷനിൽ അപ്പാനി പറയുന്നുണ്ട്, എനിക്ക് കിച്ചൺ ടീമിൽ കയറണം, നീ എന്നെ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോൺവെർസേഷൻ്റെ ബാക്കി പത്രമായിട്ടാണ് ആര്യൻ അപ്പാനിയെ കിച്ചൺ ടീമിൽ ഇടുകയും ഒരു ക്യാപ്റ്റൻ ആക്കുകയൊക്കെ ചെയ്തത്. പിന്നെ നമ്മുടെ രേണു ചേച്ചിയാണ്, കക്കൂസ് ടീം. രേണു ചേച്ചിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് രേണു ചേച്ചിക്ക് ഭയങ്കര വിഷയമായിരുന്നു കേട്ടോ. രേണു ചേച്ചി തമാശയ്ക്കാണെങ്കിലും എല്ലാവരെയും പറയുന്നുണ്ട്, കക്കൂസ് വാ, അടുത്ത കക്കൂസ് വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസും മനീഷും ഒക്കെയാണ് രേണുവിൻ്റെ ടീമിലുള്ളത്. അപ്പോൾ അങ്ങനെ ടീമൊക്കെ തിരിച്ചു. ആര്യൻ വന്നിട്ട് ടീം സെലക്ഷനൊക്കെ നടത്തി ടീമൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഇനി എങ്ങനെയാണ് പുതിയ ടീംസിൻ്റെ ഒക്കെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനോട് പോയി കലാഭവൻ സരിക സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ചില രീതികളോട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഷാനവാസും അനീഷക്കട ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഗ്രാഫ്, അവർക്ക് നല്ല ഉയർന്നു പോയിട്ടുണ്ട്. അവർ വന്ന ടൈമിൽ നിന്ന് ഗ്രാഫ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അവരുടെ ഗ്രാഫൊന്നും താഴത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ മുകളിലെ ഗ്രാഫ് നിൽക്കുന്ന ആൾക്കാരുടെ പലരുടെയും താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് അവർ തന്നെ സ്വന്തമായിട്ട് ഇറങ്ങി കളിച്ചാൽ മാത്രമേ അവർക്ക് മുകളിലേക്ക് ആ ഗ്രാഫിനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ. ബാക്കി ഇന്നത്തെ പ്രൊമോയും ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. റെണ ഒരു കാര്യം ഇല്ലാണ്ട് പോയിട്ടാണെന്ന് തോന്നുന്നു കിച്ചണിൽ പോയിട്ട് അനുവിനെ ചൊറിയുന്നുണ്ട്, ചപ്പാത്തി കള്ളി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പ്രൊമോയിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ സീൻ നമുക്കിനി ലൈവിൽ കാണാം. അതിനുശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അനു പറയുന്നുണ്ട് എണീറ്റ് പോടി എന്ന് പറഞ്ഞിട്ട് അനുവിനും ട്രിഗർ ആവുന്നുണ്ടത്. റെണയുടെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെണ വന്ന സമയത്ത് 2 ദിവസം നല്ല ഗ്രാഫിൽ മുകളിലോട്ട് പോയതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോൾ ഇപ്പോൾ ശരിക്കും ഡൗൺ ആണ്. റെണ വിചാരിച്ചിരിക്കുന്നത് അനു കംപ്ലീറ്റ് ഫുള്ള് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളതാണ് റെണയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അതുകൊണ്ടാണ് അനുവിനെ പോയി ചൊറിയാൻ നിൽക്കുന്നത്. അനു കരയുന്നുണ്ട്, ഇന്നും കരയുന്നുണ്ട്. എനിക്ക് അനുവിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, അനു ദൈവത്തെ ഓർത്ത് ഇങ്ങനെ കരയരുത്, കുറച്ചൊക്കെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. അനുവിൻ്റെ ഈ ഒരു കരച്ചിൽ കാരണം അനു പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കരയാതെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ ടോപ്പ് 5 വരാനുള്ള ഒരാളാണ് അനു.
നല്ല കപ്പാസിറ്റി ഉള്ളൊരു കുട്ടിയാണ് അനുവിന് നിൽക്കാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് ഇങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതോ അതിന് എത്രത്തോളം അത് സർവൈവ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ശൈത്യ കൂടെ ഇപ്പോൾ ഈ ഒരു മാറ്റം ശൈത്യയിൽ കൂടെ വന്നതുകൊണ്ട്, കാരണം അത്രയ്ക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് അനു വിചാരിക്കുന്ന ഒരാളാണ് ശൈത്യ. അപ്പം ശൈത്യ കൂടെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ അത് എങ്ങനെ അനുവിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ ആകണം. കൂടുതൽ എനിക്ക് തോന്നുന്നു ആരും അവിടെ അനുവിനെ വലുതായിട്ട് കാര്യമായിട്ട് അനുവിൻ്റെ അടുത്ത് പോകാനോ ഒന്നും ചാൻസ് ഇല്ല. അനുവിനെ മാറ്റി നിർത്താനാണ് ചാൻസ് കൂടുതൽ. പിന്നെയും എനിക്ക് തോന്നുന്നു ഷാനവാസും അനീഷൊക്കെ മാത്രമേ അനുവിനെ കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ആ കുട്ടി തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനു ടോപ്പ് 5 വരും, യാതൊരു സംശയമില്ല അതിന്. അപ്പോൾ ഇതൊക്കെയാണ് ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ലൈവിൽ നടക്കുന്നുണ്ട്, നമുക്കതെല്ലാം കണ്ടിട്ട് ബാക്ക് ടു ബാക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.